ഇന്നത്തെ നമ്മുടെ റെസിപ്പി മീൻ ചേർക്കാതെ മീൻകറിയുടെ അതേ ടേസ്റ്റിൽ ഒരു മാങ്ങ വെച്ചിട്ടുള്ള മാങ്ങാക്കറിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കേണ്ടത് നമുക്ക് നോക്കാം. ചൂടായ ചട്ടിയിലേക്ക് ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും അതുപോലെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതുമാണ്. പിന്നെ 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി എന്നിവയുടെ ആ ഒരു പച്ചമണമൊന്നും മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറുമാണ്. അതിനുശേഷം അടുത്തായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ഇനി നമുക്കൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം ഇതൊന്ന് തിള വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വിളഞ്ഞ മാങ്ങ, ഒരു വലിയ മാങ്ങ കട്ട് ചെയ്തെടുത്തതാണിത്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ വേണം ഒന്ന് അരിഞ്ഞെടുക്കാൻ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. മാങ്ങയൊക്കെ ഒന്ന് വെന്ത് നന്നായിട്ട് ആ കറി ഒന്ന് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് താളിച്ച് ചേർക്കാനായിട്ട് ആ ഒരു ചൂടായ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും അതുപോലെ ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം. ഇനി കറിയിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, കാണുമ്പോൾ തന്നെ മുളകിലിട്ട മീൻകറിയുടെ അതേപോലെ തോന്നുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാ കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറിന് ഈ ഒരൊറ്റ കറി മതി നന്നായിട്ട് ചോറ് കഴിക്കാൻ. അത്രയും രുചികരമായിട്ടുള്ളൊരു തനി നാടൻ കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്